സോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഡെയിലി വ്ളോഗ് സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്ന് മെയ് 24, 2026. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. 10 കൊല്ലം കഴിഞ്ഞ് ഭാവിയിൽ ഈ വീഡിയോ കാണുന്ന യദുവിന് എൻ്റെ വക ഹായ്. സോ അത്ര ആൾ എൻ്റെ ഈ വീഡിയോ യൂട്യൂബിൽ ഉണ്ടായാൽ മതി എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ചാനലിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സോ ഇന്ന് മുതൽ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്നിപ്പം നേരത്തെ എണീച്ചിട്ടില്ലേ, ഇപ്പം 5:15 ഞാൻ 5:30 എണീച്ചിന്. സോ ഇന്ന് നേരത്തെ എന്തിനാ എണീച്ച് വെച്ചാൽ കുറച്ച് സമയം പഠിക്കുക വെച്ചിട്ടാണ് എല്ലാ ദിവസവും വിചാരിക്കാറുണ്ട്. പക്ഷേ പറ്റയില്ല. പക്ഷേ ഇന്ന് നേരത്തെ എണീച്ചു. സോ ഞാൻ വേഗം പോയി ഒന്ന് മുഖം കഴുകിയിട്ട് വന്നിട്ട് പഠിക്കാതിരിക്കട്ടോ. ഓക്കെ ഗായ്സ്, മുഖം കഴുകി ഇനി ഇവിടെ പഠിക്കാതിരിക്കട്ട്. ഇവിടെ കുറച്ച് ഫാൻസി ലൈറ്റെല്ലാം ഉണ്ട്, ഞാൻ കാണിച്ചത്. ഒന്ന് ഈ ലൈറ്റാണ്, ബൈക്കിൻ്റെ മുമ്പിലുണ്ടാകുന്ന ലൈറ്റാണ്. പിന്നെ ഉള്ള ലൈറ്റ് ഇതാണ്, സാധാ ലൈറ്റാണ്. ബട്ട് ഇതിൻ്റെ മേലെ ഈ ഒരു കളർ പേപ്പർ ഒട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ലൈറ്റും കൂടി ഉണ്ട്. ഇനി ഇരുന്ന് പഠിക്കട്ടെ. സോ ഇപ്പം സമയം 5:20. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞിട്ട് ചായ ആക്കുമ്പോൾ കാണാം. ഓക്കെ. Once a day that I would pray for you, I'd go and misbehave just so you'd notice too. സമയം ഇപ്പോൾ ഏകദേശം 6:15 സോ നല്ല ഉറക്കം ഇതുണ്ട്. കാരണം ഇന്നലെ രാത്രി 1 മണിക്കാണ് കിടന്നത്. കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. പ്രശ്നം എന്താ വെച്ചാൽ നല്ല തലവേദനയുണ്ട്. ഒന്നിക്ക് പോയി ചായ ആക്കിയിട്ട് വരണം, ഇല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് കിടക്കണം. എന്താ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, പോയി കിടക്കട്ടെ. പഠിക്കലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് രാവിലെ പിന്നെ ചെയ്യാമെന്ന്. രാവിലെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നല്ല പുല്ല് വളരുന്ന വരുന്നുണ്ട്. അത്യാവശ്യം മഴക്കാലം കഴിയുമ്പോഴേക്ക് ഇവിടെയെല്ലാം പുല്ല് വളരും. ഇവിടെ ഞാൻ ഇവിടെ ബെഡിൽ ഇതാക്കി വെച്ചായിരുന്നു. നല്ല എനിക്ക് തലക്കൊരു ഇത്. കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ചിട്ട് ചായ കുടിക്കാം. പല്ലൊന്നും തേച്ചില്ല, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ച് ചായ കുടിക്കുമ്പോൾ കാണാം. ഓക്കെ. സോ ഹേ ഗായ്സ്, വലിയൊരു മിസ്റ്റേക്കായിരുന്നു. ഇപ്പോൾ സമയം 11 മണി. അത്യാവശ്യം നല്ല ഉറക്കം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഒരു 3.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ വേഗം പോയി പല്ലേച്ചിട്ട് ചായ കുടിക്കാൻ പോയിട്ട്. പല്ലേച്ചു ഞാനിപ്പോൾ ചായ കുടിക്കട്ടെ. നന്ന ലേറ്റായി, 11 ഇതായി. ഇതിപ്പോൾ ഇനിയിപ്പം ചായ കുടിച്ചാലും പ്രശ്നം വെച്ചാൽ ഉച്ചയാകുമ്പോഴേക്കിൽ വിശക്കൂല. അതാണ് പ്രശ്നം. നല്ല ക്ലൈമറ്റ്, അത്യാവശ്യം ചൂടൊന്നുമില്ല. വേപ്പിൻ്റെ മരമുണ്ട് മുറ്റത്ത് തന്നെ. ഇതെല്ലാം ഞാൻ ചെടിയെ ഇട്ടിട്ടുണ്ട്. കണ്ടു, അധികം വളരുന്നില്ല. ഇത് ഈ ഒരു ഇലയെ വളർന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. മൈ ഗോഡ്, പഴമാണ്. ആദ്യം തന്നെ എൻ്റെ വീഡിയോ വരും നോക്കാം. ഓക്കെ, എന്നാലും ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലേറ്റായത് കിടക്കാൻ. സോ 3 മണിക്കൂർ മുമ്പ് ഇട്ടാണ് 4 വ്യൂസ് 4K. കറണ്ട് പോയിട്ടില്ലേ, അന്നേരമാണ് ഇപ്പം നമുക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒരാഴ്ചക്ക് മേലെ വെള്ളം മാറ്റിയിട്ട്. സോ ഇതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്യണം. ഓക്കെ, പുറത്ത് ഓക്കെ ഉപയോഗിച്ചിട്ടാണ് വെള്ളം കളയൽ. ഞാൻ കാണിച്ചുതരാം. ഈ ഒരു എൻ്റെ ഇതിലേക്കിടും, എന്നിട്ട് ഇതുവഴി എടുത്ത് കളയും. ഒരു ഇതിൽ പുല്ലയിൽ നിന്നൊരു 70% വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യൽ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ വെള്ളം പോകുന്നുണ്ട്. ഏകദേശം ഇത്രത്തോളം വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ ആൽഗയുണ്ട്. ഇനി ഇത് വൃത്തിയാക്കി കളയണം. സോ ഇതിൽ തായിലായിട്ട് ഇത് അവിടെ 2 മീൻ കുടുങ്ങിയിട്ടുണ്ട്. അതിനെ പിടിച്ച് തിരിച്ചിടണം. ഈ കാണുന്ന ശംഖും കാര്യങ്ങളെല്ലാം ഞാൻ മീൻ കുന്ന് വെച്ച് കൊണ്ടുവന്നെയാണ്. ഇവിടെ കുറേ ചെറിയ മാവ് വളരുന്ന കാണാം. കുറേ നട്ടിന്, കുറേ കൊരട്ട നട്ടിന് എന്നിട്ട് ഇപ്പാണ് മുളച്ച് വരുന്നത് മഴക്കാലമാകുമ്പോഴേക്കിൽ. ഇനി ആൽഗെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൂൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് സ്പോഞ്ച് വേണം. പിന്നെ ഈ ഒരു സാധനം കൂടി വേണം. ഈ ഒരു കമ്പി ഇങ്ങനെ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് കൈനെ കൊണ്ടാക്കിയതാണ്. ഇനി ഒരു സ്പോഞ്ച് എന്ത് ചെയ്യും വെച്ചാൽ
സോ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി ഇത് വർക്കാവും നോക്കാം. ഇതിൻ്റെ യൂസ് വെച്ച് ഇത് ഇങ്ങനെ ആൽഗി നമുക്കിങ്ങനെ ഇതുണ്ട് ഇങ്ങനെ ഉരച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. നാല് സൈഡും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്രഷ് വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ സ്റ്റൂൾ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടില്ല. ഇനി ഇതിൽ അടിയിൽ ജസ്റ്റ് ഒരു സ്പോഞ്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷം നേരത്തെ യൂസ് ചെയ്ത സെയിം മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനങ്ങനെ ഇതിൻ്റെ ടോപ്പിൽ വെക്കും. എന്നിട്ട് ഈ ഗ്ലാസ് വെക്കുന്നത് ഇതിൻ്റെ മേലെ ഇതേപോലെ ലൈറ്റ് വെക്കാൻ. ഇനി ഇതിൻ്റെ പരിപാടി എന്താ വെച്ചാൽ അച്ഛൻ എന്നോട് ഇതൊക്കെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഇപ്പം വെള്ളം ഒലിച്ചു പോയി ഈ ഒരു സിമെൻറ്റ് ഇളകി വരുന്നുണ്ട്. സോ നോക്കിയിട്ട് ടൈം കിട്ടുമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചെയ്യണം. സോ ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. ഇതുവരെയായിട്ട് ഫുഡ് കഴിച്ചില്ല, കാരണം വിശക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ വിചാരിച്ചിരിക്കുവാണ്. അല്ലെങ്കിൽ അതിപ്പം തന്നെ ചെയ്യാം. എന്തായാലും സമയമുണ്ട്. ഫുഡ് കഴിക്കാൻ വിശക്കുന്നില്ല, പിന്നെ കറണ്ടും വന്നില്ല ഇതുവരെയായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് കുമ്മായ കത്തി വേണം ആദ്യം. ഓക്കെ, ആദ്യം ഇവിടെ ഈ വരുന്ന വേസ്റ്റ് ഇവിടുന്ന് ഇളക്കി കളയണം. ഓക്കെ, ഇവിടുന്ന് ഈ വേസ്റ്റ് ഇളക്കി കളഞ്ഞിട്ട് കുറച്ചും കൂടി ഇതേ ടൈപ്പ് കോൺക്രീറ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ചെയ്താൽ വെള്ളം ഇതുവഴി ഒലിച്ചു പോയിക്കോളും. ഇല്ലെങ്കിൽ ഇത് ഇളകി ഇൻ്റർലോക്ക് ഇളകാൻ ചാൻസ് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ഇവിടെ എവിടെയോ സിമെൻറ്റും പൂയും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൽ കുറച്ച് പൂയി കാണുന്നുണ്ട്. സിമെൻ്റ് അല്ല തോന്നുന്നു. സോ അത് എംസാൻഡാണ്. എവിടെയും കൊണ്ടുപോകട്ടെ. കിട്ടിയില്ലെങ്കിൽ പണി നടക്കൂലു, ഇല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ട് പിന്നെ നാളെ ആറ്റം ചെയ്യണം. അപ്പോൾ ഈ തട്ടിൻ്റെ മേലെ ഉണ്ടാവും, അതാണ് ഞാൻ നോക്കുന്നത്. ഒരു വലിയൊരു സാധനം. ഒരു ഗ്ലാസിൻ്റെ പീസാണ്, സ്ക്വയർ പീസ്. ഞാൻ കുറേ ആളായി ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ എനിക്കൊരു സാധനം ഉണ്ടാക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം വരുന്ന വീഡിയോയിൽ. കുറച്ച് വീഡിയോ ഇതിൻ്റെ മേലെ എവിടെയും ഇല്ല. എന്നെ കൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കാം, എന്നാലും മേലെ പോകുമ്പോൾ ഓർമ്മയുണ്ടാവില്ല എടുക്കാൻ. എവിടെയും വെച്ചിട്ടുണ്ട്. നോക്കട്ട് ഇവിടെ വേണ്ടി ആൾക്ക് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ മിക്കവാറും ജില്ലയായിരിക്കും. വീട് ചുറ്റും നോക്കി എവിടെയും കാണാനില്ല. ഫൈനലി ഫൗണ്ട് ഇറ്റ് ഗായ്സ്. ഞാൻ വിചാരിച്ചു ഇത് വെണ്ണീരാറ്റാണ്. ജസ്റ്റ് ഒന്ന് അനക്കി നോക്കുമ്പോഴാണ് സിമെൻറ്റ് കിട്ടിയാൽ എന്തായാലും നന്നായി. ഇവിടെ നല്ല പുല്ല് വളരുന്നുണ്ട് അവിടെയൊക്കെ ഇട്ട്. സോ അത്യാവശ്യം നല്ല ഈവനിങ് ടൈമാണ്, 3 മണി. ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമുണ്ട്, ഇതെടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇതിന് നല്ല സിമെൻ്റ് ഇടാം, പിന്നെ കുറച്ച് പൂയും കുറച്ച് ജില്ലിക്കല്ലും ഇട്ടിട്ട് മിക്സ് ആക്കാം. കറണ്ട് വന്നിട്ടുണ്ട്, നന്നായി ഉള്ളിൽ കയറിയവരെ കണ്ട്. ഓക്കെ, ഇത് മേലോട്ടേക്ക് എടുക്കട്ട്. ഗ്ലൗസ് എടുക്കാൻ വന്നേ, കാരണം എന്താ വെച്ചാൽ കൈയിൻ്റെ ഇവിടെയായിട്ട് കുറച്ച് നേരത്തെ മുറിനായിരുന്നു. അപ്പോൾ സിമെൻറ്റ് ഉള്ളിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി അത് തപ്പി കണ്ടുപിടിക്കണം. പിടിയില്ല, എനക്കൊന്നും തായിലേ ഇല്ലേ. ഇവിടെയും ഫാൻ കറങ്ങുന്നുണ്ട്. കറണ്ട് വയർ ഇട്ട് വെച്ചാണ്. എവിടെ ഉണ്ടാവുക? കണ്ടുപിടിച്ചു. കിട്ടിപ്പോയി. ഒന്ന് കിട്ടി, ഒന്നും കൂടി അവിടെ ഉണ്ടാവും. നോക്കട്ടെ. അല്ല, ഇവിടെ ഉണ്ടായേ. ഓക്കെ, ഓക്കെ, മിക്സ് ആക്കാം. നല്ല രീതിയിൽ മിക്സാക്കി. ഏകദേശം 2 വട്ടം കോൺക്രീറ്റ് മിക്സാക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഇതേപോലെ ഇല്ലേ കാണാൻ. ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വെക്കണം.
സോ ഗൈസ്, ഇനി ആരെങ്കിലും വീട്ടിൽ കോൺക്രീറ്റിനോ പണിയോ പെയിൻറ്റ് അടിക്കാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയോ പണിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഇൻസ്റ്റ ID കൊടുക്കുന്നുണ്ട്, അതിൽ കയറി DM ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, ഇനി ഇതെല്ലാം വൃത്തിയാക്കി നോക്കട്ടെ. ഓക്കെ, അവിടെ ജസ്റ്റ് വൃത്തിയാക്കി, ഇത് രണ്ടും കഴുകി വൃത്തിയാക്കി വെച്ച് ഇവിടെ ഏകദേശം ഓക്കെ ആണ്. പക്ഷേ സിമെൻറ്റ് അത്ര കട്ടിയില്ലായിരുന്നില്ല, സോ നല്ല വൃത്തിക്കാവോ ഇല്ലയോ അറിയത്തില്ല. പോയി ഫുഡ് കഴിക്കട്ടെ. ഏകദേശം 4 മണിയായിപ്പോൾ. സമയം 4:15 ഫുഡ് കഴിക്കട്ടെ. പോയിട്ട് 4:15 ഫുഡ് കഴിക്കുന്നത്. കാരണം മതി എന്തൊക്കെ അറിയുന്ന ഇൽശ്ശേരി ചാലാട്ടിൻ്റെ ബീട്രൂട്ട് ക്യാരറ്റ് ഡേറ്റ്സ് പിക്കിളാണ്. സോ നല്ല വിശപ്പുണ്ട്, കഴിക്കട്ടെ വേഗം. നല്ല ഇൽശ്ശേരി, മോരും ഉണ്ട്, കുറച്ച് അച്ചാറും വെച്ചു, കുറച്ച് മുട്ട വെച്ചു, കുറച്ച് ക്യാബേജും വെച്ചു. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം. ഓക്കെ, സോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടായി ഒന്നുന്ന ശീലമുണ്ട്. സോ എനിക്കുള്ള ശീലമല്ല, അച്ഛനുണ്ടായ ശീലമാണ്. സോ അച്ഛൻ വാങ്ങി വെക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ചില ടൈം മാത്രമേ ഉച്ചക്കെല്ലാം ഫുഡ് കഴിച്ചാൽ ചിലപ്പം മുട്ടായി മാറുന്നുണ്ട്. ഇത് മധുരം കിട്ടാൻ. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം 6:15. ഇപ്പോൾ ചായ വേണം. സോ ഈ ഒരു സാധനം കൊണ്ട് ഞാൻ മിക്കവാറും പ്ലേ ബട്ടൺ തന്നെ ആയിരിക്കും ആക്കുക. ഇതിപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്ലേ ബട്ടൺ, ഇത് 500 സബ്ബേൻ്റെ പ്ലേ ബട്ടൺ ആക്കാം. അതേപോലെ എനിക്ക് കുറച്ച് ഐഡിയാസെല്ലാം എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ട്. താഴെ പോയിട്ട് ചായ കുടിക്കട്ടെ. ചായ ഒക്കെ ചായ ആകെ ഇത്രേ പാലുള്ളൂ വയസ്സ്, ഇത്ര പാല്. ഈ പാല് വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായ കഷ്ടിച്ച് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പോകാൻ മടിയാവുന്ന വയസ്സ് ഇന്നെന്താ അറിയില്ല. ഒന്നാമത് 6:15 ഇപ്പം ലേറ്റായി ചായ കുടിച്ചാൽ രാത്രി നേരം ഒന്നും ഉറക്കം കിട്ടില്ല. ഇതാണ് പറശ്ശിനിക്കടകത്തെ അതേപോലത്തെ ചായ. ഇതെന്നാ സാധനം? ഇത് പഴ അല്ല, മറ്റേ പുട്ട. ചായ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല. സമയം 6:50. ഞാനിവിടെ എൻ്റെ പണ്ടത്തെ ലൈവ് സ്ട്രീം കാണുന്നുണ്ടായ, ജസ്റ്റ് വെറുതെ നൊസ്റ്റാളജിക്ക് വേണ്ടി എടുത്ത് കാണുകയാണ്. സോ പുറത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. വാതിൽ പൂട്ടിയൊക്കെ ഇട്ട് നിറച്ചും കൊതുക് വരുന്നുണ്ട്. ഇവിടെ ചന്ദ്രനെ കാണാം. എനിക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മീനെ നോക്കുന്ന പരിപാടിയുണ്ട് ചില ടൈം. ഇവിടെ ഇരുന്നിട്ട് ഇതാ ഇങ്ങനെ മീനി നോക്കിയിരിക്കാൻ നല്ല രസമാണ്, വൈബാണ്. സമയം ഏകദേശം 7:30. ഞാനിവിടെ ഇരുന്ന് റീല് കാണുന്നുണ്ടായ. സോ അന്നേരമാണ് ഒരു ദൃശ്യം ഫസ്റ്റിൻ്റെ ഒരു കിഡിലൻ എഡിറ്റ് വീഡിയോ വന്നത്. അതിനുശേഷം 1 എനിക്കൊന്നും കൂടി കാണാൻ കഴിച്ചു. 1നെ കുറിച്ച് വലിയ ഐഡിയ ഓർമ്മയൊന്നും എനിക്കില്ല. ദൃശ്യം 1 കാണണം. പോയി കുളിച്ച് ഫ്രഷായി നല്ല പുതിയ കുപ്പായ ഇടുമ്പോഴേക്കുള്ളൊരു ഫീലിങ്സ് വരാനുണ്ട്. അപ്പോൾ ഇനി മുതൽ കുപ്പായ ഇടുമ്പോൾ നല്ല നോക്കിയിട്ട് വേണം ഇടാൻ. കാരണം ഞാൻ സാധാരണ വീട്ടിൽ ഉണ്ടാകുമ്പം എന്തെങ്കിലും എടുത്തിടലാണ്. ബട്ട് ഇനി മുതൽ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് നല്ല നല്ല കുപ്പായ ഇടണം. ബട്ട് എൻ്റെ അടുത്ത് ആകെ അത്ര കുപ്പായങ്ങളേ ഉള്ളൂ. ഇതെല്ലാം കണ്ട, ഇതെല്ലാം ഞാൻ അങ്ങനെ ഇടുക ചെയ്യൽ. ഇതെല്ലാം ഒന്നാമത് കോമ്പിനേഷൻ ഒന്നും ശരിയാവില്ല. ഇതൊക്കെയാണ് എൻ്റെ കുപ്പായങ്ങൾ. ഇവിടെ കുറേ ആനിമേൻ്റെ ടീഷർട്ട്സ് ഉണ്ട്. ബട്ട് ഇതെല്ലാം പുറത്ത് പോകുമ്പോൾ ഇടുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫുഡ് കഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് എഡിറ്റിങ് ചെയ്യണം. സോ ഇന്ന് ലേറ്റാണ്. ഇപ്പം തന്നെ ഇതാ സോ ഗൈസ് ഫുഡ് കഴിച്ച്. സോ നമ്മളുടെ ഡെയിലി വ്ളോഗ് സീരീസ് എപ്പിസോഡ് 1 അവസാനിച്ചു. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 9:45 സോ 10 മണിയാവാനായി. ഞാൻ ഇവിടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. എപ്പിസോഡ് 2 ആയിട്ട് 7 മണിക്ക് കാണാം.
പോയി എഡിറ്റ് ചെയ്യാൻ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ റിപ്ലൈ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ രാത്രി 12 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. സോ നാളെ കാണാം, നാളെ വൈകുന്നേരം 7 മണിക്ക്. ഓക്കെ, ബൈ. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a